ഹായ് ഫ്രണ്ട്സ്, സിനിഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിൽ ജോസഫ് നായകനായി പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു മരണമാസ്. തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ ചിത്രം സോണി ലിവ് വഴി ഡിജിറ്റൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഡിജിറ്റൽ സ്ട്രീമിംഗ് ആരംഭിച്ചതിന് ശേഷം ചിത്രത്തിനൊരു മിക്സഡ് പ്രതികരണമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാർക്ക് കോമഡി വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു ചിത്രത്തിന്റെ ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാകുക എന്നത് തികച്ചും സ്വാഭാവികമാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സിനിമയുടെ ക്ലൈമാക്സ് ആണ് നമ്മൾ പരിശോധിക്കുവാൻ വേണ്ടി പോകുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് സംസാരിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ഈ ഒരു സിനിമ കണ്ടിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലറായി അനുഭവപ്പെടും. തന്നെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ച വ്യക്തിയുടെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിക്കുന്നതും തുടർന്ന് വ്യക്തി മരിക്കുന്നതും പിന്നീട് നടക്കുന്ന സംഭവങ്ങളും നമ്മൾ സിനിമയുടെ അവസാന ഭാവമായി എത്തുമ്പോൾ കാണുന്നതാണ്. പിന്നീടാണ് ഇവർ തിരിച്ചറിയുന്നത് ബേസിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് സീരിയൽ കില്ലർ എന്നും. അങ്ങനെ സീരിയൽ കില്ലർ ഈ ഒരു ബോഡിയുമായി കടന്നു കളയുന്നതാണ് സിനിമയുടെ ക്ലൈമാക്സിനോട് അനുബന്ധിച്ച് നമ്മൾ കാണുന്ന ഒരു രംഗം. അങ്ങനെ സീരിയൽ കില്ലർ ഈ ബോഡിയുമായി കടന്നു പോവുകയും ഇവർക്ക് എങ്ങനെയെങ്കിലും സീരിയൽ കില്ലറെ കണ്ടുപിടിച്ച് ഈ ബോഡി തിരിച്ച് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവിടെ നടക്കുന്ന പ്രത്യേക സാഹചര്യം കൊണ്ട് ബേസിലും കൂടെയുള്ളവരും രണ്ട് വഴിക്ക് പോകുന്നതാണ് സിനിമയിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു കടയുടെ സൈഡിൽ നിൽക്കുന്ന ബേസിൽ വെഡിങ്ങുമായി ബന്ധപ്പെട്ട് സേവ് ദ ഡേ ഷൂട്ടിങ്ങിന് വേണ്ടി എത്തുന്ന കപ്പിൾസിനെ കാണുകയും അവരുടെ കയ്യിൽ ഡ്രോൺ ഉണ്ട് എന്ന് ബേസിൽ നോക്കിച്ചറിയുകയുമാണ്. അങ്ങനെ ആ ഒരു ഡ്രോണിന്റെ സഹായത്തോടെ ഈ ഒരു സീരിയൽ കില്ലർ ബോഡിയുമായിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ബേസിൽ ഡ്രോണിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ പിന്നീട് സിനിമയിൽ കാണുന്നത്. അവിടെ നിന്നാണ് സംശയങ്ങൾ ആരംഭിക്കുന്നത്. ഇത്രയും ഒരു രാത്രിയിൽ സീരിയൽ കില്ലർ ബോഡിയുമായി പോയി ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ബേസിൽ ഈ ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ഈ ഒരു സീരിയൽ കില്ലർ പോകുന്ന വഴി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതും ഇത്രയും രാത്രിയിൽ ഈ ഒരു ഡ്രോണിന്റെ സഹായത്തോടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ബേസിലിന് ഈ വഴി എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് സിനിമയിലെ ആദ്യത്തെ സംശയം. ഇതിന് എത്ര ചിന്തിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല. പിന്നെ തുടർന്ന് ബേസിൽ ഈ ഒരു വില്ലനെ കണ്ടുപിടിക്കുവാൻ വേണ്ടി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ ബേസിലിനെ കുറച്ചുപേരെ കടത്തിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് തൻ്റെ കഴിവ് യൂസ് ചെയ്തുകൊണ്ട് ബേസിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ബേസിൽ ചെന്നെത്തുന്നത് കൃത്യം ഈ ഒരു സീരിയൽ കില്ലർ ആ ഒരു ഡെഡ് ബോഡി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. എങ്ങനെയാണ് ബേസിൽ ഇത്രയും കൃത്യമായിട്ട് മാലിന്യ പ്ലാന്റിൽ തന്നെയാണ് ഡെഡ് ബോഡി ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കാരണം സിനിമയിൽ ഒരിടത്ത് പോലും സീരിയൽ കില്ലർ മാലിന്യ പ്ലാന്റിലേക്കാണ് ഈ ഒരു ബോഡിയുമായി പോകുന്നതെന്ന് പറയുന്നുമില്ല, ബേസിൽ അത് തിരിച്ചറിയുന്നുമില്ല. പിന്നീട് എങ്ങനെയാണ് ഈ ഒരു ഡ്രോണിൻ്റെ സഹായത്തോടെ പോകുന്ന വഴി ഇത്രയും കൃത്യമായി മനസ്സിലാക്കി ഈ ഒരു മാലിന്യ പ്ലാന്റിലായിരിക്കും സീരിയൽ കില്ലർ എന്ന് വിചാരിച്ചുകൊണ്ട് കൃത്യം അങ്ങോട്ടേക്ക് തന്നെ എത്തുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അങ്ങനെ ബേസിലും സീരിയൽ കില്ലറും തമ്മിലുള്ള ഫൈറ്റിൽ ഏറ്റവും അവസാനം ബേസിന്റെ മണ്ടയ്ക്ക് കയറി തൂങ്ങി നിൽക്കുന്ന ബേസിലിനെയാണ് നമുക്ക് സിനിമയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതാ കടന്നു വരികയാണ് വഴി പിരിഞ്ഞു പോയ ബേസിലിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ. അവരും ഈ ഒരു മാലിന്യ പ്ലാന്റിലേക്ക് കൃത്യമായി വന്നു ചേരുകയാണ്. എത്ര ചിന്തിച്ചിട്ടും ഇവരെങ്ങനെയാണ് കൃത്യം ഇങ്ങോട്ടേക്ക് തന്നെ എത്തിയതെന്നും കയറി തൂങ്ങി ബേസിൽ കിടപ്പുണ്ട് എന്നും തിരിച്ചറിഞ്ഞെന്ന് നമുക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കാരണം ബേസിൽ ഒരിടത്ത് പോലും പറയുന്നില്ല താൻ മാലിന്യ പ്ലാന്റിലേക്കാണ് പോകുന്നതെന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കൂട്ടുകാർ കൃത്യം ഇതേ സ്ഥലത്തേക്ക് ബസ്സുമായി വന്നെത്തുന്നതെന്ന് നമുക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പിന്നീട് ഇവർ സീരിയൽ കില്ലറുമായിട്ട് ഫൈറ്റ് നടത്തുകയും തുടർന്ന് അവിടെ നിന്ന് പോകുന്ന ഒരു രംഗവും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പോകുന്ന അതേ സമയത്ത് തന്നെ ആ പഞ്ചായത്തിലുള്ള എല്ലാവരും അതേ സ്പോട്ടിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. എന്നാൽ ഇവർക്ക് മാത്രം ഈ ഒരു സംഭവം നടക്കുന്നത് മാലിന്യ പ്ലാന്റിലാണ് എന്ന് ആരാണ് വിവരം അറിയിച്ചു കൊടുത്തതെന്ന് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. കാരണം പഞ്ചായത്തിലുള്ള എല്ലാവരും ആ ഒരു മാലിന്യ പ്ലാന്റിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ സീരിയൽ കില്ലറിനെ നോക്കി നിൽപ്പുണ്ട്, കൂടെ പോലീസും. നിങ്ങൾക്ക് ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ എങ്ങനെയായിരിക്കും ഈ ഒരു മാലിന്യ പ്ലാന്റിൽ എത്തിയതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും സിനിമ കണ്ട മറ്റുള്ളവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.